മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ വീണ്ടും അതിശക്തമായ വാറിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. അതായത് ഇസ്രായേൽ റാഫയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡീപ്പിലോട്ട് കയറിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ തന്നെയാണ് മീഡിയയോട് പറയുന്നത്. അതായത് അവർ സദേൺ ഇസ്രായേൽ വളരെ ഡീപ്പായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മീഡിയ പറയുന്നത് ഓൾമോസ്റ്റ് ഇനിയും ഇസ്രായേലി ഹോസ്റ്റേജസ് ജീവനോടെ ഉണ്ടാകുക, കാരണം അവിടെ റാഫേൽ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ഹമാസിൻ്റെ പല നേതാക്കളും ടണൽ വഴി ഒന്നില്ലെങ്കിൽ അവർ ടർക്കിയിലോട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ടണല് ഈജിപ്റ്റ് വഴി അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് കടലിൻ്റെ ഭാഗത്ത്, പിന്നെ അതുവഴി ടർക്കിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് പറയുന്നത് അല്ലെങ്കിൽ ലെബനീസ് ബോർഡറിലോട്ട് ഹിസ്ബുള്ളയുടെ കസ്റ്റഡിയിലാകാനുള്ള സാധ്യതയുണ്ട്. പറയുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, കാരണം ഈ ഹമാസിൻ്റെ ഈ നേതാക്കൾക്ക് അവർക്ക് വ്യക്തമായിട്ടറിയാം റാഫ ഇവർ പിടിക്കുമെന്നും ഇസ്രായേലി സേന പിടിക്കുമെന്നും ഉള്ള ഹോസ്റ്റേജസിനെ കൊണ്ട് വീണ്ടും അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ ജീവനോടെ കാണും, ചില ആൾക്കാർ ജീവനോടെ കാണാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇസ്രായേലി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ ആണെങ്കിലും ജെറുസലേം പോസ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ജിയോ പൊളിറ്റിക്സിൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ വരാനുള്ള മറ്റൊരു വലിയ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഈ വാർ തുടങ്ങിയിട്ട് ഇത്രയും നാളായി, അതായത് അതിനുശേഷം ഹമാസുമായിട്ട് പ്രശ്നമായി, അതിനുശേഷം വീണ്ടും ഇറാനുമായിട്ട് ഇഷ്യൂ ആയി, ഇറാൻ കയറി അറ്റാക്ക് ചെയ്യുന്നു, അവർ ഇസ്രായേൽ റിറ്റാലിയേഷൻ സിംബോളിക്കായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇതിനിടയ്ക്കെല്ലാം നിന്ന് പ്രോക്സികളായിട്ടുള്ള 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് ഹൂത്തി ഗ്രൂപ്പ്, ഹൂത്തിയുടെ ഇപ്പോൾ ശബ്ദമൊന്നും വലുതായിട്ട് കേൾക്കാനില്ല. അതായത് അമേരിക്കയും അലൈഡ് ഫോഴ്സും അവരുടെ നേതൃത്വത്തെ ഉൾപ്പെടെയുള്ളവരെ നാശമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഹിസ്ബുള്ളയാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഏകദേശം 27ഓളം കമാൻഡർമാരെയാണ് കൊന്നിരിക്കുന്നത്. കാരണം 2 ദിവസം മറ്റൊരു സീനിയർ കമാൻഡർ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന അതിൻ്റെ വീഡിയോ വരെ ഇസ്രായേൽ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിനെ ബോംബ് ചെയ്ത് കൊല്ലുകയാണ്. കാരണം അവരുടെ സീനിയർ കമാൻഡേഴ്സിന് ഒരുപ്പെട്ട എല്ലാവരും തട്ടിപ്പോയി. അപ്പം അതിനെ തുടർന്ന് നസറുള്ള ഇന്നലെ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് സൈപ്രസ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്, അത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു ദ്വീപാണ്. അപ്പോൾ അവിടുന്നാണ് ഈ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എയർക്രാഫ്റ്റുകൾ, അതായത് ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ ആ ബേസ് ഉപയോഗിച്ചു. അതിൻ്റെ പേരിൽ സൈപ്രസിനെ അവർ ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാറിൻ്റെ ഫേസ് വീണ്ടും എസ്കലേറ്റ് ചെയ്യും, അത് മറ്റൊരു ഫേസിലോട്ടങ്ങ് പോകും. ഇപ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഏകദേശം 370ഓളം ഹിസ്ബുള്ള അവരുടെ സൈനികർ, കാരണം ഈ ടെറർ ഓർഗനൈസേഷനാണ്, അത് കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ അവരുടെ വളരെയധികം കമാൻഡേഴ്സ് കൊല്ലപ്പെട്ടു. 1000-ലധികം സിവിലിയൻസ് ഈ ലെബനൻ സിറിയയുമായിട്ട് കിടക്കുന്ന ആ ഭാഗത്ത് കൊല്ലപ്പെട്ടു എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ അവരുടെ കണക്കുകൾ പറയുന്നത്. പിന്നെ വാറിൻ്റെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഇത് ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ ഫുൾ ഫോഴ്സായിട്ട് അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇറാനുമായിട്ടൊരു അറ്റാക്ക് കഴിഞ്ഞു. അതായത് ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഷിയ മിലിറ്റൻ്റ് ഫോഴ്സുമായിട്ടുള്ള അറ്റാക്ക് ആയിരിക്കും. അതിന് വലിയ സമയമൊന്നും എടുക്കത്തില്ല. വിത്തിൻ 1 or 2 വീക്സിനുള്ളിൽ ഹിസ്ബുള്ള വടക്കൻ മേഖലയിലോട്ട് ഇസ്രായേലി ഫോഴ്സ് അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി ഫ്രാൻസിൻ്റെ കുറച്ച് ഡിപ്ലോമാറ്റ്സും ഹിസ്ബുള്ളയുമായിട്ടും ഇസ്രായേലുമായിട്ടൊക്കെ സംസാരിക്കാൻ നോക്കി. പക്ഷേ ഇസ്രായേൽ അതുമായിട്ട് അടുക്കുന്നില്ല. ഹിസ്ബുള്ളയുമായിട്ട് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന നിലപാടിലാണ് ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ. ഇതിനൊക്കെ പുറത്ത് തന്നെ അമേരിക്കയുടെ ഒരു ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ താല്പര്യമുണ്ട്. ഇനി വാറ് തൽക്കാലം നിർത്തുക, ഫർദറായിട്ടൊന്നും എസ്കലേറ്റ് ചെയ്യണ്ട, ആ രീതി മിഡിൽ ഈസ്റ്റ് ഏഷ്യ ശാന്തമാകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റുക.
അതേപോലെ വാർ ക്യാബിനറ്റ്, ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് ഏകദേശം പിരിച്ചുവിട്ടു. അതിൻ്റെ 2 സീനിയറായിട്ടുള്ള ഒരു മുൻ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ജനറലായിരുന്നു, അയാളും രാജിവെച്ചു. മറ്റൊരു സീനിയറായിട്ടുള്ള ആളും ഈ വാർ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി. ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം, അമേരിക്കയുടെ പല താല്പര്യങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാറ്റണം. അതേപോലെ അമേരിക്കയുടെ ഇലക്ഷനും ഇതിനെ മാറ്റർ ചെയ്യുന്നുണ്ട്. റിപ്പബ്ലിക്കൻ അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ ഫാർ റൈറ്റ് ആ രീതിയിലുള്ള പൊളിറ്റീഷ്യൻ അവിടെ തുടരുക. അതേപോലെ തന്നെ വീണ്ടും ഫർദറായിട്ട് അവിടെ ടെറർ അറ്റാക്സ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ ഒരു ഡെമോക്രാറ്റിക് ഒരു സെൻറ്റർ ഫോഴ്സ് വരുന്നതിനോട് ട്രംപിനോടും ട്രംപിൻ്റെ പാർട്ടിക്കും താല്പര്യമില്ല. ഇതാണ് നമ്മൾ അറിയാൻ കഴിയുന്ന പല മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നത്, അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന് താല്പര്യം കൂടുതൽ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. പക്ഷേ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് താല്പര്യം അവിടെ സെൻട്രിസ്റ്റ് ആയിട്ടുള്ള ബെന്നി ഗ്രാൻസിന് അവിടെ പ്രധാനമന്ത്രിയാവുക. കാരണം അവിടുത്തെ പൊളിറ്റിക്സും വല്ലാത്ത രീതിയിലോട്ട് പോവുകയാണ്. അവിടെ ദിനം പ്രതി പ്രൊട്ടസ്റ്റും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു മാറണം എന്ന് പറഞ്ഞുള്ള പ്രൊട്ടസ്റ്റ് വരെ അവിടെ ശക്തി പ്രാപിക്കുന്നുണ്ട്. ടെല്ലവീവിലും ജെറുസലേമിലും അവിടെ നിരാഹാരം പരിപാടികളൊക്കെ ഒരു സൈഡ് നടക്കുന്നുണ്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യമാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ജനാധിപത്യ രാജ്യമാണ്. കാരണം എല്ലാവരുടെ വോയിസിനും ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഹമാസിനെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഡിഫൻസിൻ്റെ സ്പോക്സ് പേഴ്സൺ ഇന്നലെ കൊടുത്ത വീഡിയോ ബൈറ്റിൽ പറയുന്നത്. കാരണം ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ റൈറ്റ് വിങ്ങും, അതായത് ഫാർ റൈറ്റ് വിങ് ഗ്രൂപ്പ് പറയുന്നത് പൂർണ്ണമായിട്ടും ഹമാസിനെ തകർക്കണം, അതിൻ്റെ ഒരു നേതാവിനെയും വെച്ചുകൊണ്ടിരിക്കരുത് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതിൽ നിന്നും വ്യതിചലിച്ച് പൂർണ്ണമായിട്ടും ഹമാസിനെ നശിപ്പിക്കാൻ ഇപ്പോഴത്തെ രീതിയിൽ സാധിക്കില്ല. കാരണം ഹമാസിൻ്റെ പല നേതാക്കളും അവിടെ നിന്നും അടുത്തുള്ള രാജ്യങ്ങളിലോട്ട് പോയിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയ അഭയം പുറത്ത് പറയുന്നില്ലെങ്കിൽ ഈജിപ്റ്റോ ലെബനനോ മറ്റുള്ള രാജ്യങ്ങൾ കൊടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും എലിമിനേഷൻ നടക്കില്ല എന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ അമേരിക്കയുടെ ഗെയിം പ്ലാനിന് ഓവർകം ചെയ്തിട്ടാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് റാഫേൽ അറ്റാക്ക് ചെയ്യുന്നതും ഈ പറയുന്ന പല ആൾക്കാരെ ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നതും. അവിടെ ശരിക്കും മരണങ്ങളുണ്ടായി, അവിടെ സിവിലിയൻസ് മരിച്ചു. ഈ പറയുന്ന പോലെ ലോകരാജ്യങ്ങൾ പലതും പറഞ്ഞിട്ട് പോലും, അത് യുണൈറ്റഡ് നേഷൻ പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഗാസ പൂർണ്ണമായിട്ട് പിടിക്കണം. ഏകദേശം ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ട് ഗാസ പൂർണ്ണമായിട്ടും അവർ പിടിച്ചു എന്നുള്ള വാർത്ത.